അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം. ഇൻഷാ അല്ലാഹ് ചില വിഷയങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ വസ്തുതകളെക്കുറിച്ചും മറ്റുമൊക്കെ നമ്മളോട് കൃത്യമായി വിവരിക്കാൻ ബഹുമാനപ്പെട്ട സൽമാൻ അസ്സരി ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട്. ദാറുൻ നജാത്തുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ദുഷ്പ്രചരണങ്ങൾ അത് വെള്ളത്തിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലെറ്റർ പേഡ് ദാറുൻ നജാത്ത് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ഒരു ലെറ്റർ പേഡ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ സൽമാൻ അസ്സരി ഉസ്താദ് ഞാനൊന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ നിജസ്ഥിതി, എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നതിനെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ ദുഷ്പ്രചാരകരെ കുറിച്ചുമൊക്കെ സൽമാൻ അസ്സരി ഉസ്താദ് സവിസ്തരം പറയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയം ഒന്ന് വായിക്കാം. ദാറുൻ നജാത്തിനെതിരെയുള്ള ദുഷ്പ്രചരണം അവാസ്തവം. സയ്യദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ് ജനറൽ സെക്രട്ടറിയും വാക്കോട് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ വർക്കിംഗ് സെക്രട്ടറിയും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ട്രഷററുമായി പ്രവർത്തിക്കുന്ന കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് തീർത്തും സത്യസന്ധവും സുതാര്യവുമായിട്ടാണ് നടന്നു വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തെയും അതിൻ്റെ പ്രവർത്തകരെയും സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കാനും തേജോവധം ചെയ്യാനും ചിലർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മഹത്തായ ഈ സ്ഥാപനത്തിനെതിരെ നടന്നുവരുന്ന ഇത്തരം ദുഷ്പ്രചരണത്തിൽ നജാത്തിനെ സ്നേഹിക്കുന്ന ഒരാളും വഞ്ചിതരാവരുതെന്ന് 21/1/2026 പുതിയതാണ് നജാത്തിൽ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗം അഭ്യർത്ഥിച്ചു. യോഗത്തിൽ NK അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. പുത്തനായി മൊയ്തീൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ച യോഗം അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മൊയ്തീൻ കുട്ടി ഫൈസി വാക്കോട്, അബ്ദുൽ ഹമീദ് ഫൈസി കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, ബാപ്പു മുസ്ലിയാർ, CK കുഞ്ഞിപ്പു, PK അബ്ദു ഹാജി, ബഷീർ ഹാജി, KK അബ്ദു ഹാജി, അബ്ദുള്ള മാസ്റ്റർ, KVK പട്ടണം മുജീബ്, ഹംസൽ കാസിമി, TK വാപ്പുട്ടി ഹാജി, AT യൂസുഫ് ഹാജി, V കോമു ഹാജി, K സൈദലവി, അലി ഹാജി, KK അബൂബക്കർ ഫൈസി തുവൂർ, E കോയ ഹാജി, ഷുക്കൂർ ഫൈസി, KK ഖാലിദ് V, KT ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. TK ഹംസ ഹാജി നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ പേഡ് സെക്രട്ടറി ഒപ്പിട്ടിട്ടുണ്ട്. സീലൊക്കെ ഉണ്ട്. സീൽ ചെരിഞ്ഞിട്ടൊന്നുമില്ല, നേരെയുള്ള സീൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ പേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? ആരാണ് ഇതിനെതിരെ ദുഷ്പ്രചരണം നടത്തിയത്? സാധാരണ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്ത് സ്വന്തം മോന് മരിച്ചിട്ടാണെങ്കിലും മരോളെ കണ്ണീര് കണ്ടാൽ മതി എന്ന സ്ഥിതിയിൽ ഇതിൻ്റെ ഇപ്പോൾ പ്രസിഡന്റ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അപ്പോൾ അദ്ദേഹം അപകീർത്തിപ്പെട്ടാലും സാരല്ല, എങ്ങനെയെങ്കിലും ദാറുൻ നജാത്തിൻ്റെ പേരിൽ കുപ്രചരണം ഉണ്ടാക്കിയിട്ട് ഹമീദ് ഫൈസിക്ക് എന്തെങ്കിലും ഹമീദ് ഫൈസിനെ എങ്ങനെയെങ്കിലും ഒന്ന് ആക്രമിക്കാൻ എന്തെങ്കിലും പഴുതുണ്ടാക്കുക. അതിൻ്റെ പേരിൽ ഈ സ്ഥാപനത്തിൻ്റെ തന്നെ പ്രസിഡൻ്റായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ തങ്ങളുടെ അനുയായികൾ തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് സംശയമുണ്ട്. എന്തായാലും അതിൻ്റെ നിജസ്ഥിതി എന്താണ് അതിൻ്റെ സത്യം? കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് കിഴക്കൻ മേഖലയിൽ, കിഴക്കൻ ഭാഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും സുന്നത്ത് ജമാഅത്തിനും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യ നേതാക്കളിൽ പ്രധാനിയായ KT മാനു മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ഒരു പുരുഷായുസ് മുഴുവനും ഹോമിച്ച് തീർത്ത ഒരു സ്ഥാപനമാണ്, അങ്ങനെ കെട്ടിപ്പടുത്തൊരു സ്ഥാപനമാണ് കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല അഭിപ്രായമാണ് പൊതുവെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും സാധാരണക്കാരായ കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തുന്ന ആളുകൾക്കിടയിൽ ആ സ്ഥാപനം ഇപ്പോഴും സൽപ്പേര് നിലനിർത്തി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്.
ആ ഭാഗത്തുള്ള 6 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു പരിധിയാണ് അതിൻ്റെ പ്രവർത്തന പരിധി. ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന പരിധി അതാണ്. അവിടെയുള്ള ആളുകൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹകരിച്ചുകൊണ്ടാണ് KT ഉസ്താദിനോടുള്ള അവരുടെ ആ സ്നേഹവും ബഹുമാനവും ഒക്കെ ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടുമാണ് ഈ കഴിഞ്ഞ കാലം വരെയും അവർ നിലനിർത്തി പോകുന്നത്. അങ്ങനെയാണ് ആ സ്ഥാപനം നടക്കുന്നത്. വിദേശത്ത് നിന്നുള്ള സഹായങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. എന്നാലും നാട്ടിലെ ഈ പറയപ്പെട്ട ഏരിയയിലുള്ള ആളുകളാണ് ആ സ്ഥാപനത്തിൻ്റെ അവരുടെ സ്വന്തം സ്ഥാപനം എന്ന നിലക്കാണ് അവരത് കൊണ്ടുപോകുന്നതും. ആ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായി പ്രസിഡന്റ് സ്ഥാനത്ത് മുമ്പും പാണക്കാട് സാദാത്യങ്ങളിൽ ആരെങ്കിലും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട KT മാനു ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം ഇപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളത് നമ്മുടെ MLA ആയിരുന്ന അഡ്വക്കേറ്റ് M ഉമ്മർ സാഹിബാണ്. അപ്പോൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ എന്ന് പറഞ്ഞുകൂടാ, ഒരു വ്യക്തി, എന്നാൽ ആ വ്യക്തി ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏർപ്പാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഈ വ്യക്തിയെ നമ്മൾ നളന്തയിൽ, നമ്മുടെ നളന്ത സംഘം നളന്തയിൽ ഒരുമിച്ച് കൂടിയ അവിടെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വിമത പ്രവർത്തനങ്ങളും വിമത സ്വരങ്ങളും ഉന്നയിച്ചുകൊണ്ട് നളന്ത വിഭാഗം നടത്തുന്ന എല്ലാ പരിപാടികളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ആളായിട്ട് ഇദ്ദേഹത്തെ നമ്മൾ കാണാറുണ്ട്. പെരിന്തൽമണ്ണയിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു സൂചന കൊടുത്തിരുന്നു. നിങ്ങൾ കെട്ടിയിറക്കിയ കരുവാരക്കൊണ്ടുള്ള ചേക്കുട്ടിപ്പാപ്പയെ അധികം വൈകാതെ പാലയിൽ തളക്കും എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. കാരണം അയാളുണ്ടാക്കുന്നത് വെറും കുമിളകൾ മാത്രമാണ് എന്നും നുണകൾ കൊണ്ടുള്ള കളവുകൾ കൊണ്ടുള്ള കുമിളകളാണ് അയാൾ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അന്ന് നമ്മൾ അങ്ങനെ സംസാരിച്ചത്. ആ കുമിളകളിതാ പൊട്ടി ചിതറി ഛിന്ന ഭിന്നമായിരിക്കുന്നു. അദ്ദേഹത്തെ കെട്ടിയിറക്കിയ നളന്ത വിഭാഗം അവർക്കൊരു ഉദ്ദേശമുണ്ട്. അവരുടെ ലക്ഷ്യം എന്നാൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദിനെയും പോലെയുള്ള നേതാക്കളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ മുന്നണി പോരാളികളെ മാനസികമായി തകർക്കുകയും സമൂഹത്തിൻ്റെ ഇടയിൽ അവരെ അപകീർത്തിപ്പെടുത്താനും അവമതിക്കാനുമുള്ള ഒരു അവസരമായി, അതിനുള്ള ഒരു ആയുധമായി അവർ ഇറക്കിക്കൊണ്ടുവന്ന സംഭവമാണിത്. ദാറുൻ നജാത്തിനെതിരെ വ്യാജ നിയമന ആരോപണവും സാമ്പത്തിക അഴിമതിയുമാണ് ഈ നളന്തകളുടെ ബിനാമിയായ ഈ പറയപ്പെട്ട വ്യക്തി അവിടെ ഉന്നയിച്ചത്. അയാൾ മുമ്പ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. KT ഉസ്താദ് ഉള്ള കാലത്ത് ആ സ്ഥാപനത്തിൻ്റെ ആനുകൂല്യം പറ്റി കുടുംബം പറ്റിയ ആളാണ്. അവിടെ നിന്ന് പറ്റാവുന്ന ആനുകൂല്യമൊക്കെ പറ്റി അതിനുശേഷം ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വളപ്പിലേക്ക് കിടക്കാൻ അയാൾക്ക് സാധ്യമല്ല. ഈ പരിസരത്ത് അയാളെ കാണാൻ പാടില്ല എന്നതാണ്. അതിന് കുറേ കാരണങ്ങൾ വേറുണ്ട്, അതൊന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അത് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാവുന്നതാണ്. പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ പല കാരണങ്ങളുണ്ട്. ഏതായാലും പല കാരണങ്ങളെ കൊണ്ടും ദാറുൻ നജാത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടതിലുള്ള പക വീട്ടുകയും താൻ സ്വപ്നം കണ്ട ചില കാര്യങ്ങളൊന്നും നടക്കാതെ പോയതിൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദിനെയും ദാറുൻ നജാത്തിനെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുമാണ് അയാൾ ഇങ്ങനെ കുറേ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. മാത്രമല്ല ആ സ്ഥാപനത്തിനെതിരെ നിരന്തരം കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ദ്രോഹം ആ സ്ഥാപനത്തിന് അയാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റുപിടിച്ച് പ്രചരിപ്പിച്ചതാവട്ടെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലായാലും വിടുന്ന വോയിസുകൾ, ആരാണ് ആ വോയിസുകൾ പ്രചരിപ്പിച്ചിരുന്നത്? സുഹാബികളാണ്, നളന്തകളാണ് ആ വോയിസുകൾ പ്രചരിപ്പിച്ചിരുന്നത്. ഉമ്മത്ത് മുന്നോട്ടും സമസ്ത സരണിയും അതേപോലെ വേൾഡ് സമസ്ത സർക്കിളും തുടങ്ങി ഏതൊക്കെ ഫിത്ന ഗ്രൂപ്പുകളുണ്ടോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇടയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി പലരാലും നിയമിക്കപ്പെടുകയും ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പരമാവധി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ടീം മൊത്തമാണ് ഇയാളുടെ വോയിസുകൾ ഷെയർ ചെയ്തിരുന്നത്. ഇയാളുടെ വീഡിയോ ഏത് ചാനലിലാണ് ഇയാളുടെ വീഡിയോ വന്നിരുന്നത് നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാണക്കാട് നടന്ന പൈതൃക സമ്മേളനം ലൈവ് കൊടുത്ത ചാനൽ, ആ ചാനലിലാണ് ലൈവ് കൊടുത്ത ഒരു ചാനൽ SKICRലുണ്ടായിരുന്നു, പിന്നെ വേറൊരു ചാനലും ഉണ്ടായിരുന്നല്ലോ, ഒന്നോ രണ്ടോ മൂന്നോ ചാനലുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ചാനൽ, ആ ചാനലാണ് ഇയാളുടെ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. ദാറുൻ നജാത്തിനെതിരെയുള്ള ഹമീദ് ഫൈസിക്കെതിരെയുള്ള ഇൻ്റർവ്യൂകൾ കൊടുത്തിരുന്നത്. ഇയാളുടെ സംസാരങ്ങൾ അവരാണ് പൊതുസമൂഹത്തോട് എത്തിച്ചു കൊടുത്തത്. ആ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ആരാ? സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ആ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ആരാ? മുസ്ലിം ലീഗ് നേതാവ് ഉമ്മർ സാഹിബാണ്. അപ്പോൾ
അവിടെ ഒരു നിയമനം നടക്കുകയാണെങ്കിൽ പ്രസിഡന്റും സെക്രട്ടറി അറിയാതെ ഒരു നിയമനം നടക്കാൻ പാടുണ്ടോ? ഇനി അങ്ങനെ പ്രസിഡന്റും സെക്രട്ടറിയും അറിയാതെ അവിടെ നിയമനം നടക്കുന്നു എങ്കിൽ പിന്നെ ഇത് എന്ത് പ്രസിഡന്റ് എന്ത് സെക്രട്ടറി, ഇവരെന്തിനാ ആ പോസ്റ്റിൽ ഇരിക്കുന്നത്? അപ്പോൾ എങ്ങനെ വന്നാലും അവിടെ അങ്ങനെ ഒരു വ്യാജ നിയമനം നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്നാൽ ഈ വ്യാജ ആരോപണം പ്രചരിപ്പിക്കുന്നവരാവട്ടെ ഈ പറയപ്പെട്ട പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിൻ്റെയും സ്വന്തം ആൾക്കാരാണ് എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ആളുകളുമാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ? ഇവരുടെ ആത്മാർത്ഥത എന്താണ്? പിന്നെ സാമ്പത്തിക ആരോപണമാണ് മറ്റൊന്ന് നടത്തിയിരുന്നത്. കോടിക്കണക്കിന് രൂപ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ്. ഈ ആരോപണം ആരൊക്കെ നടത്തി? സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പേരിൽ ഹമീദ് ഫൈസി ഉസ്താദിനെ എന്തെല്ലാം പറഞ്ഞു. ഇപ്പോഴും കമൻറ്റ് ബോക്സുകളിലും അതേപോലെ വീഡിയോകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഹമീദ് ഫൈസി ഉസ്താദ് കോടികൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപവും ആരോപണവും പരിഹാസവുമായി നടന്ന എത്രയെത്ര ആളുകളുണ്ട്. അവരൊക്കെ ആരോട് പോയി മാപ്പ് ചോദിക്കും? ആരോട് പൊരുത്തപ്പെടിക്കും? ഇത് വലിയ ഗൗരവമുള്ള കാര്യമല്ലേ? ബഹുമാനപ്പെട്ട ദാറുന്നജാത്തിനെ നശിപ്പിക്കാൻ, ദാറുന്നജാത്തിനെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക, നിരന്തരം വിവാദത്തിൽ നിർത്തുക. എന്തിനാ? ആ സ്ഥാപനത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നിന്നു പോകണം, ആ സ്ഥാപനത്തോട് ആളുകൾക്ക് അകൽച്ചയുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ്. ഇത് ആരുടെ കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് ചെയ്തത് എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമുക്ക് ഏകദേശം സൂചനയും ധാരണയൊക്കെ ഉണ്ട്. ഹമീദ് ഫൈസി മാത്രമൊന്നുമല്ല ഇവരുടെ ലക്ഷ്യം. ഹമീദ് ഫൈസിയെ കരുവാക്കുമ്പോഴാണ് അവർക്ക് രണ്ട് ഗുണം ഉണ്ടാവും. ഒന്ന്, ഹമീദ് ഫൈസിയെ തകർക്കാം, ദാറുന്നജാത്തിനെയും തകർക്കാം. എന്നാൽ അൽഹംദുലില്ലാ ഇപ്പോൾ ദാറുന്നജാത്തിൻ്റെ കമ്മിറ്റി തന്നെ സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റും ഉമർ സാഹിബ് സെക്രട്ടറിയുമായ ദാറുന്നജാത്തിൻ്റെ കമ്മിറ്റി ബഹുമാനപ്പെട്ട ദാറുന്നജാത്തിനെതിരെയും ഹമീദ് ഫൈസി ഉസ്താദിനെതിരെയും ഈ നളന്ത സംഘത്തിൻ്റെ തലവൻ നടത്തിയ എല്ലാ ദുരാരോപണങ്ങളും വ്യാജമാണ് എന്നും അടിസ്ഥാനരഹിതമാണ് എന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം വളരെ വൈകിപ്പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ആ സ്ഥാപനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ചെറുക്കാൻ സാധിക്കുമായിരുന്നു. അതെന്തുകൊണ്ട് എന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമുക്കതിന് താല്പര്യമില്ല എന്തുകൊണ്ട് ഇത്ര വൈകി എന്നത്. ഏതാണെങ്കിലും വൈകിയാണെങ്കിലും ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ, ഹമീദ് ഫൈസിക്കെതിരെ ദുരാരോപണവുമായി വന്ന ആളുകൾ, ദാറുന്നജാത്തിനെതിരെ വ്യാജ നിയമന ആരോപണവുമായി രംഗത്തിറങ്ങിയവർ, ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിനെയും ദാറുന്നജാത്ത് സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവനാഡി എന്ന് പറഞ്ഞാൽ ഹമീദ് ഫൈസി ഉസ്താദും വാക്കോട് ഉസ്താദും തന്നെയാണ്. പിന്നെ കമ്മിറ്റിയിലുള്ള എല്ലാ ആളുകളൊന്നും ആ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികളാണോ എന്ന് അല്ലാഹു അലം. ഞാൻ അറിഞ്ഞിടത്തോളം ആ സ്ഥാപനത്തിലേക്ക് വന്ന പല ആനുകൂല്യങ്ങളും, ആ സ്ഥാപനത്തിലേക്ക് ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണത്, ആ സ്ഥാപനം ദാറുന്നജാത്തി എന്ന KT ഉസ്താദിൻ്റെ സ്ഥാപനത്തിലേക്ക് വന്ന പല ആനുകൂല്യങ്ങളും പല സഹായങ്ങളും ആ സ്ഥാപനത്തിൻ്റെ സഹകാരികൾ എന്ന നിലക്ക് അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ കൂടിയാടി നടക്കുന്ന ചില വ്യക്തികൾ അവരുടെ നേതൃത്വത്തിലുള്ള മറ്റു സ്ഥാപനങ്ങളിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോയ കഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ അതിലുണ്ട്. ഏതായാലും ദാറുന്നജാത്ത് കമ്മിറ്റി ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളായി നിൽക്കുന്ന ആളുകൾ ആ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികളായിരിക്കണം എന്നതൊരു മിനിമം യോഗ്യതയാണ്. അതില്ലാത്ത ആളുകൾ ദാറുന്നജാത്തിനെ വളർത്താൻ വേണ്ടി KT ഉസ്താദിൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഓരോ ചവിട്ടടിയിലും KT ഉസ്താദിന് ഊർജവും കരുത്തും പകർന്ന് ആ സ്ഥാപനത്തെ ഇന്നീ കാണുന്ന അവസ്ഥയിലെത്തിച്ച ദാറുന്നജാത്തിൻ്റെയും ആ പരിസരത്തുള്ള അതിൻ്റെ പ്രവർത്തന മേഖലയിലുമുള്ള ഈ പറയപ്പെട്ട പഞ്ചായത്തുകളിലുള്ള സാധാരണക്കാരായ ആളുകളും ദീനീ സ്നേഹികളായ ആളുകളും സ്ഥാപനത്തിൻ്റെ ഓരോ കാര്യത്തെക്കുറിച്ചും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ഇടപെടലുകൾ നടത്തുകയും സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും ഭാരവാഹികളായി നിന്നുകൊണ്ടും ആ സ്ഥാപനത്തിൻ്റെ പുരോഗതിയെ തടയുകയോ തളർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാപനത്തെ പൂർണ്ണാർത്ഥത്തിൽ KT ഉസ്താദിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്.